എന്തായാലും ജ്വല്ലറി തട്ടിപ്പുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ് ആദ്യം നോക്കുന്നത്. ജ്വല്ലറി തട്ടിപ്പ് കേസിൽ കമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജി ഇന്ന് കോടതിയിൽ. കമറുദ്ദീന്റെ ജാമ്യാപേക്ഷയും പരിഗണിക്കും. അതേസമയം ലീഗ് നേതാവ് പൂക്കോയ തങ്ങൾ ഇപ്പോഴും ഒളിവിലാണ്. വിവരങ്ങളുമായി ഇപ്പോൾ സണ്ണി ജോസഫ് എന്തായാലും കാസർഗോഡ് നിന്ന് ചേരുന്നുണ്ട്. സണ്ണി, എന്തായാലും ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ കമറുദ്ദീനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുള്ള ഹർജിയാണ് ഇത്തരത്തിൽ പരിഗണിച്ചത്. എന്താണ് ശരിക്കും കോടതിയിൽ സംഭവിച്ചത്? വിവരങ്ങൾ. പൂജ, ഇന്ന് രാവിലെ കോടതി ചേർന്ന ഉടനെ തന്നെ ഇന്നലെ വാദം പൂർത്തിയാക്കിയ ജാമ്യാപേക്ഷയിലുള്ള കോടതിയുടെ ഉത്തരവ് ഉണ്ടാവുകയാണ് ഉണ്ടായത്. അദ്ദേഹം ഒറ്റ വരിയിൽ മാത്രമേ ഇക്കാര്യം പറഞ്ഞുള്ളൂ. കമറുദ്ദീന്റെ ബെയിൽ അപ്ലിക്കേഷൻ ഡിസ്മിസ് ചെയ്തിരിക്കുന്നു, തള്ളിയിരിക്കുന്നു. അതിന് അദ്ദേഹം 4 കാരണങ്ങൾ പിന്നീട് ഇറങ്ങിയ ഉത്തരവിൽ പറയുന്നത്. ഒന്ന്, ഇദ്ദേഹം MLA ആണ്, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള ഒരാളാണ്, അധികാര കേന്ദ്രങ്ങളിൽ സ്വാധീനമുള്ളയാളാണ്. MLA എന്ന നിലയിൽ സാക്ഷികളെയും അതുപോലെ തെളിവുകൾ നശിപ്പിക്കാനിടയുള്ളതുകൊണ്ട് ഇദ്ദേഹത്തിന് ജാമ്യം കൊടുക്കരുതെന്ന പ്രോസിക്യൂട്ടറുടെ വാദത്തെ കോടതി അംഗീകരിച്ചു. അതുകൊണ്ട് ഒരു കാരണം. രണ്ടാമത്, അദ്ദേഹം ഇദ്ദേഹത്തിനോടൊപ്പമുള്ള മറ്റ് കൂട്ടുപ്രതികൾ ഒളിവിൽ പോയി പോലീസിനെ വഞ്ചിക്കുകയാണ് ഉണ്ടായത്. പോലീസിൽ ഹാജരാകാം എന്ന് വാഗ്ദാനം നൽകിയതിനു ശേഷം 3 പ്രധാനപ്പെട്ട പ്രതികൾ മുങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇദ്ദേഹത്തിന് അറസ്റ്റിലായ പ്രതിയെ കൂടി വിട്ടയക്കുന്നത് ശരിയായിരിക്കില്ല എന്ന പ്രോസിക്യൂട്ടറുടെ വാദവും അംഗീകരിച്ചു. മറ്റൊന്ന്, ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് കമറുദ്ദീന് ബ്ലഡ് ഷുഗർ കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള ഒരു സർട്ടിഫിക്കറ്റ് ഒരു കാരണമായി ജാമ്യത്തിന് കാരണമായി കാണിച്ചിരുന്നു. പക്ഷേ ഈ വളരെ പഴകിയ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റാണ്, പ്രത്യേകിച്ച് പ്രമേഹം പോലുള്ള അസുഖത്തിനുള്ള ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ്, പഴകിയ സർട്ടിഫിക്കറ്റാണ് ഹാജരാക്കിയത്. ഇത് നിലനിൽക്കുന്നില്ല എന്നാണ് കോടതിയുടെ നിഗമനം. പ്രോസിക്യൂട്ടറുടെ വാദവും കോടതി അംഗീകരിക്കുകയായിരുന്നു. മറ്റൊന്ന്, പ്രധാനമായി കോടതി ചൂണ്ടിക്കാട്ടിയത് 70-ലധികം കേസുകളിൽ പ്രതിയായ ഒരാളെ 3 കേസിൽ ജാമ്യം അനുവദിക്കുന്നതിൽ അർത്ഥമില്ല. ഓരോ കേസും പിന്നാലെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ളതാണ്. ഈ ഒരു ഘട്ടത്തിൽ ജാമ്യം അനുവദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന നിലയിലാണ് കോടതി വിലയിരുത്തിയത്. അതുമാത്രമല്ല, പ്രമാദമായ ഒരു കേസിൽ വളരെ പ്രമുഖനായ വ്യക്തി അറസ്റ്റിലാകുന്ന സാഹചര്യത്തിൽ കേസിന്റെ പ്രാഥമിക ഘട്ടമാണെന്നുള്ളത്. ഈ പ്രാഥമിക ഘട്ടത്തിൽ ഈ പ്രതിയെ വിട്ടയക്കുന്നത് ശരിയായ നടപടിയല്ല എന്ന പ്രോസിക്യൂഷന്റെ വാദവും അതുപോലെ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വാദവും കോടതി അംഗീകരിക്കാനുണ്ടായത്. ഇതേ തുടർന്ന് ഇദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ തള്ളി. ഇനി ഓസൂർത്ത് മജിസ്ട്രേറ്റ് കോടതിയിൽ മറ്റൊരു ജാമ്യാപേക്ഷയ്ക്ക് ഇനി പ്രസക്തിയില്ല, മറ്റ് കേസുകളിൽ ജാമ്യാപേക്ഷയ്ക്ക് പ്രസക്തിയില്ല, ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് കമറുദ്ദീന്റെ അഭിഭാഷകൻ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു കാര്യം, ഇന്നലെ 11 കേസുകളിൽ കൂടി പുതുതായി അറസ്റ്റ് രേഖപ്പെടുത്തിയിരുന്നു. അദ്ദേഹം ഇന്നലെ കോടതി നടപടികൾ കഴിഞ്ഞ് പുറത്തിറങ്ങിയ നിമിഷം തന്നെ കോടതിയുടെ അനുമതിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. അത് തുടർന്നാണ് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. ഇപ്പോൾ കാഞ്ഞങ്ങാട്ട് ജില്ലാ ജയിലിലാണുള്ളത്. പിന്നീട് ഇന്നലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥനും പ്രോസിക്യൂട്ടറും അദ്ദേഹത്തിന്റെ കൂടുതൽ സമയം കസ്റ്റഡിയിൽ വേണം എന്ന അപേക്ഷ വാക്കാൽ സമർപ്പിച്ചിരുന്നു. പക്ഷേ കോടതി പറഞ്ഞതിന് പ്രത്യേക അപേക്ഷ സമർപ്പിക്കണം, ഇത് ഇന്ന് പരിഗണിക്കാമെന്ന് പറഞ്ഞിരുന്നു. ഇന്നാണ് ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ പോലീസ് നൽകിയിരിക്കുന്നത്. ഈ അപേക്ഷ ഇപ്പോൾ മജിസ്ട്രേറ്റിന്റെ മുമ്പാകെയാണ് ഉള്ളത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് ഇതിലൊരു തീരുമാനം ഉണ്ടാകാനിടയില്ല. ഉച്ചയ്ക്ക് ശേഷം ഇന്ന് കോടതി ചേരുകയാണെങ്കിൽ ഇക്കാര്യത്തിൽ തീരുമാനം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, നേരിട്ട് കമറുദ്ദീനെ ഹാജരാക്കേണ്ടതില്ല എന്നും ഓൺലൈൻ വഴി പ്രൊഡക്ഷൻ വാറന്റ് നൽകിയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ശേഷമേ ഇക്കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാകാൻ ഇടയുള്ളൂ. പൂജ, സണ്ണി, അത് തന്നെയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട നിയമവശങ്ങളെല്ലാം തന്നെ പറയുമ്പോഴും ഇന്ന് തന്നെ പുറത്തു വരുന്നത് കണ്ണൂരിലും പുതുതായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു തട്ടിപ്പ് ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ്. ഇത്തരത്തിൽ ഓരോ തട്ടിപ്പുകൾ പുറത്തു വരുന്നു, പരാതികൾ കൂടി വരുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴും ലീഗ് നേതൃത്വം മൗനത്തിലാണ്, കൃത്യമായി ഈ ഒരു കാര്യത്തിൽ ഇടപെടുന്നില്ല എന്നൊരു കാര്യം കൂടി ഇതിനകത്ത് ഉൾക്കൊള്ളുന്നത്. എന്തായാലും ഇത്രയും പ്രശ്നങ്ങൾ ഉൾക്കൊള്ളുമ്പോൾ തന്നെ ലീഗിന്റെ ഭാഗത്തു നിന്നും ഇനിയെങ്കിലും കൃത്യമായ മറുപടി ലഭിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടി കൂട്ടിച്ചേർക്കേണ്ടതില്ലേ? പൂജ, മുസ്ലിം ലീഗിന്റെ എല്ലാ അവകാശവാദങ്ങളും തള്ളുന്നതാണ് നിയമവശങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ. ഇതിനൊരു രാഷ്ട്രീയ തലമില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് പറയേണ്ടത്. കാരണം ഇതൊരു പ്രതിപക്ഷത്തു നിന്നുള്ള ആളുകളോ കൊടുത്ത പരാതിയിൽ അല്ല കേസെടുത്തിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ പ്രവർത്തകർ, അനുയായികൾ അവർ നൽകിയ പരാതിയിലാണ് കേസെടുത്തത്. 95% പരാതികളും അവരുടേതാണ്. അവരാണ് തട്ടിപ്പിനിരയായത്. അവരെ തള്ളിപ്പറയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് രാഷ്ട്രീയമായി ഉള്ള ആരോപണങ്ങളൊന്നും പ്രസക്തമല്ല. നിയമത്തിന്റെ വഴിയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നുള്ളത് കാര്യം വളരെ വ്യക്തമാണ്. ഇത് മുസ്ലിം ലീഗ് നേതൃത്വത്തിനും അറിയാം. പക്ഷേ ഒരു രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിർക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ആരോപണം മാത്രമാണ്. പൂക്കോയ തങ്ങൾ മുസ്ലിം ലീഗിന്റെ ജില്ലാ പ്രവർത്തക സമിതി അംഗമാണ്.
മറ്റ് പ്രധാനപ്പെട്ട ജീവനക്കാരെല്ലാം ലീഗ് കുടുംബങ്ങളിൽ നിന്നുള്ള ഒരു അനുഭാവികളാണ്. അതുകൊണ്ട് ഇതിനൊരു രാഷ്ട്രീയത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള ആരോപണം സർക്കാരിനെതിരെയോ ഭരണകക്ഷിക്കെതിരെയോ ഉന്നയിക്കുന്നതിൽ അർത്ഥമില്ല. അത് വിലപ്പോകില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. എന്തായാലും ലീഗിന്റെ സംരക്ഷണം യഥാർത്ഥത്തിൽ ഖമറുദ്ദീനും ഫുക്കോയ തങ്ങൾക്കുമാണ് ലഭിക്കുന്നത്. അതിൽ അസംതൃപ്തരാണ് മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകരും അനുയായികളും. പൂജ. ശരി, എന്തായാലും ഫാഷൻ ഗോൾഡ് തട്ടിപ്പിൽ MC ഖമറുദ്ദീന്റെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നു എന്നുള്ളതിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ കാസർഗോഡ് നിന്നും സണ്ണി നൽകിയത്. ഇനി ലീഗിന്റെ മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തുവരികയാണ്. കണ്ണൂർ പയ്യന്നൂരിലും ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ്. അമാൻ ഗോൾഡ് MD PK മൊയ്തു ഹാജിക്കെതിരെയാണ് പരാതി. മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് PK മൊയ്തു ഹാജി. 3 പേരുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ഇവരിൽ നിന്ന് 38 ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് പരാതി. എന്തായാലും വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, ഇത്തരത്തിൽ എന്തായാലും കഴിഞ്ഞ ദിവസങ്ങൾ ഉൾപ്പെടെ ഫാഷൻ ഗോൾഡ് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തന്നെ കണ്ണൂരിലേക്ക് വ്യാപിച്ചിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവുകൾ സന്തോഷ് ഉൾപ്പെടെ പുറത്തുവിട്ടിരുന്ന ഒരു കാര്യമാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ലീഗിന്റെ മറ്റൊരു തട്ടിപ്പ് കൂടി പുറത്തു വരുന്നത്. എന്താണ് കൃത്യമായി പരാതിയിൽ സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ? കാസർഗോഡ് ഫാഷൻ ജ്വല്ലറി തട്ടിപ്പിന് സമാനമായ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ പയ്യന്നൂരിൽ നടന്നിരിക്കുന്നത്. പയ്യന്നൂരിലെ അമാൻ ഗോൾഡിനെതിരെയാണ് നിക്ഷേപ തട്ടിപ്പിന് പരാതി ലഭിച്ചിരിക്കുന്നത്. ലാഭവിഹിതം ഉൾപ്പെടെ തിരിച്ചു നൽകാമെന്ന വ്യവസ്ഥയിൽ സ്വീകരിച്ച നിക്ഷേപം തിരിച്ചു നൽകാതെ വഞ്ചിച്ചു. ലാഭവിഹിതമോ നിക്ഷേപമോ തിരിച്ചു നൽകിയില്ല എന്ന് കാണിച്ച 3 പരാതികളാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കുഞ്ഞിമംഗലം ഒവ്വപ്പുറത്തെ TP ഇബ്രാഹിംകുട്ടി, തൃക്കരിപ്പൂർ ഉടുമ്പുംതലയിലെ T നൂറുദ്ദീൻ, പെരുമ്പയിലെ K കുഞ്ഞാലിമ എന്നിവരുടെ പരാതിയിലാണ് ഇപ്പോൾ പയ്യന്നൂർ പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ ജ്വല്ലറിയുടെ അമാൻ ഗോൾഡിന്റെ MD രാമന്തളി വടക്കുംപാട്ടെ PK മൊയ്തു ഹാജിക്കെതിരെയാണ് 3 കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ മൊയ്തു ഹാജി മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനാണ്. മാത്രമല്ല ഈ ജ്വല്ലറിയുടെ അമാൻ ഗോൾഡിന്റെ മറ്റ് ഡയറക്ടർമാരും മുസ്ലിം ലീഗ് ബന്ധമുള്ളവർ തന്നെയാണ്. ഏതായാലും ഇത് വലിയൊരു തട്ടിപ്പ്, നിക്ഷേപ തട്ടിപ്പിന് കൂടുതൽ വിശദാംശങ്ങൾ ഇനി പുറത്തു വരാനുണ്ട്. ഫാഷൻ ഗോൾഡ് തട്ടിപ്പിന് സമാനമായിട്ടുള്ള ഒരു തട്ടിപ്പ് തന്നെയാണ് അമാൻ ഗോൾഡ് തട്ടിപ്പും എന്നാണ് ഇപ്പോൾ ആദ്യ ഘട്ടത്തിൽ ഉയർന്ന ഈ പരാതികളിൽ നിന്നും വ്യക്തമാകുന്നത്. നിരവധി പേർ ഇതുപോലെ കബളിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ സൂചനയാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. സന്തോഷ്, അത് തന്നെയാണ് എന്തായാലും MC ഖമറുദ്ദീൻ, അതോടൊപ്പം തന്നെ KM ഷാജി നേരത്തെ സണ്ണിയോട് ചോദിച്ചതുപോലെ തന്നെയാണ്. എന്തായാലും ഒരുപാട് പ്രതിരോധത്തിലാണ് ഇപ്പോൾ. ഫാഷൻ ഗോൾഡ് തട്ടിപ്പായാൽ തന്നെ കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾ വന്നിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ലീഗ് ഇത്രയും പ്രതിരോധത്തിലായി നിൽക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ്. എന്നിട്ടും ഇത്തരം പരാതികൾ കൂടി വരുന്നു. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ലീഗ് നേതാക്കൾ പ്രതികരിക്കാത്തത്, ഈ ഒരു നേതൃത്വം പ്രതികരിക്കാത്തത് എന്നൊരു ചോദ്യം തന്നെയാണ് ഇപ്പോഴും നിലവിൽ നിൽക്കുന്നത്. സന്തോഷ്, കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞാൽ ഈ തട്ടിപ്പുകൾ എല്ലാം തമ്മിൽ പരസ്പര ബന്ധമുണ്ട് എന്നുള്ള കാര്യം ബോധ്യപ്പെടുന്നതാണ്. കാരണം തലശ്ശേരിയിലും കണ്ണൂരും കാസർഗോഡ് ജില്ലയുടെ പല ഭാഗത്തുമുള്ള ഇത്തരത്തെ ജ്വല്ലറികളെല്ലാം തന്നെ ഒരു നെറ്റ്വർക്കിന്റെ, അതായത് ഇതിന്റെ പല ജ്വല്ലറികളുടെയും ഡയറക്ടർമാർ ഒന്നിലധികം ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിലെ ഡയറക്ടർമാരാണ്. അത്തരത്തിലുള്ള ഒരു സംഘടിതമായ നിക്ഷേപ തട്ടിപ്പാണ് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ MC ഖമറുദ്ദീൻ ഉൾപ്പെട്ട തട്ടിപ്പ് കേസിൽ ഇന്നലെ കണ്ണൂരിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു ടൗൺ പോലീസ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ പയ്യന്നൂരിലെ അമാൻ ഗോൾഡിനെതിരെ നിക്ഷേപ തട്ടിപ്പ് നടന്നു എന്നുള്ള പരാതി ഉയർന്നിട്ടുള്ളത്. നിരവധി പേർ ഇത്തരത്തിൽ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും പലരും പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന്, ഇത്തരത്തിൽ പരാതിയുമായി രംഗത്ത് വന്നു കഴിഞ്ഞാൽ അത് ഒരു സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ ഉണ്ട്. അതോടൊപ്പം തന്നെ ഈ പരാതി നൽകുന്നവർക്ക് പണം തിരിച്ചു നൽകില്ല എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ആദ്യം തന്നെ ഇവർ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്ത് വരാത്തത്. എങ്കിൽ കൂടിയും ഈ അമാൻ ഗോൾഡിനെതിരെ ഇപ്പോൾ 3 പരാതികളാണ് ഉയർന്നത്. വൈകാതെ തന്നെ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തും എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഘട്ടത്തിൽ നൽകാൻ കഴിയുന്ന വിവരം. ശരി, എന്തായാലും കണ്ണൂർ പയ്യന്നൂരിലും ജ്വല്ലറി നിക്ഷേപ തട്ടിപ്പ്. അമാൻ ഗോൾഡ് MD PK മൊയ്തു ഹാജിക്കെതിരെയാണ് പരാതി വന്നിരിക്കുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനാണ് PK മൊയ്തു ഹാജി. 3 പേരുടെ പരാതിയിൽ പയ്യന്നൂർ പോലീസ് കേസെടുത്തു. ഇവരിൽ നിന്ന് 38 ലക്ഷം രൂപ തട്ടിച്ചുവെന്നാണ് പരാതി. വിവരങ്ങളാണ് കണ്ണൂരിൽ നിന്നും സന്തോഷ് നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകളിലേക്ക്. കഴിഞ്ഞ 2 ദിവസമായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് KM ഷാജി MLA ചോദ്യം ചെയ്തിരുന്നു. ആദ്യ ദിനം 14 മണിക്കൂറാണ് ചോദ്യം ചെയ്തത് എങ്കിൽ കഴിഞ്ഞ ദിവസം ED KM ഷാജി MLA ചോദ്യം ചെയ്തത് പുലർച്ചെ 2 മണിവരെ നീളുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്നാലും സാഹചര്യത്തിന്റെ ചോദ്യം ചെയ്യലിന്റെ സാഹചര്യം നിർത്തി KM ഷാജി MLAയുടെ തെരഞ്ഞെടുപ്പ് ഫണ്ടുകളെ കുറിച്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കും എന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ആ റിപ്പോർട്ടിലേക്ക്. 2 മണിയോടുകൂടിയാണ്
KM ഷാജി MLA ചോദ്യം ചെയ്യുന്നത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവസാനിപ്പിച്ചത്. മത്സരിച്ച 2 തെരഞ്ഞെടുപ്പുകളിലെയും പ്രചാരണ ഫണ്ടിനെ കുറിച്ച് 2ാം ദിവസം പ്രധാനമായും ചോദിച്ചറിഞ്ഞു. അക്കൗണ്ട് മുഖേനയല്ലാതെ ചിലർ പ്രചാരണ ഫണ്ട് പണമായി കയ്യിൽ നൽകുകയായിരുന്നുവെന്ന് മൊഴിയിലുണ്ട്. ഇതിൽ വ്യക്തത വരുത്താൻ ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. 10 ദിവസത്തിനകം ചില രേഖകൾ കൂടി സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ടെന്ന് KM ഷാജി മാധ്യമങ്ങളോട് പറഞ്ഞു. കഴിഞ്ഞിട്ടില്ല. ദാറ്റ് മീൻസ് ഇനിയും കുറച്ച് ഡോക്യുമെൻസുകളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതിന് സമയം തന്നിട്ടുണ്ട്. അതിനിടയിൽ ഒക്കെ സബ്മിറ്റ് ചെയ്യണം. 10 ദിവസത്തിനകം ബാക്കിയുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ഇന്ന് നമ്മൾ ചോദ്യത്തോടനുബന്ധമായി വരുന്ന ചില ഡോക്യുമെൻസുകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഷാജിയുടെയും ഭാര്യയുടെയും അടക്കം പ്രധാന പണമിടപാട് നടന്നുവെന്ന് കരുതുന്ന ബാങ്ക് അക്കൗണ്ട് രേഖകളും പരിശോധിക്കും. ഇതുവരെയുള്ള മൊഴിയും രേഖകളും ഒരുമിച്ച് സൂക്ഷ്മ പരിശോധന നടത്തിയതിനു ശേഷമായിരിക്കും വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നത്. കൈരളി ന്യൂസ്, കോഴിക്കോട്. വയലിസ്റ്റ് ബാലഭാസ്കറിന്റെ മരണം വാഹന അപകടത്തെ തുടർന്നുണ്ടായത് തന്നെയാണെന്ന നിഗമനത്തിലെത്തിയിരിക്കുകയാണ് CBI. നുണപരിശോധനയിൽ പുതിയ വിവരങ്ങളൊന്നും തന്നെ കണ്ടെത്താനായിട്ടില്ല. വാഹനം ഓടിച്ചത് ബാലഭാസ്കർ ആണെന്ന ഡ്രൈവർ അർജുന്റെ മൊഴി കളവാണെന്നും ഇതോടുകൂടി തെളിഞ്ഞിരിക്കുകയാണ്. സ്വർണ്ണക്കടത്തുമായി അപകടത്തിന് ബന്ധമുണ്ടെന്ന കലാഭവൻ സോബിയുടെ ആരോപണവും വ്യാജമാണെന്ന് തെളിഞ്ഞു. എന്തായാലും സോബിയുടെ മുൻപത്തെ വെളിപ്പെടുത്തലോടുകൂടി വലിയ രീതിയിലുള്ള ഒരു ദുരൂഹത തന്നെയായിരുന്നു ഒരുപക്ഷെ ബാലഭാസ്കറിന്റെ മരണവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇതെല്ലാം കളവാണ്, വാഹനാപകടം തന്നെയാണ് ബാലഭാസ്കറിന്റെ മരണത്തിന് കാരണം എന്നുള്ള നിഗമനത്തിലേക്കാണ് ഇപ്പോൾ CBI എത്തിയിരിക്കുന്നത്. റിപ്പോർട്ടിലേക്ക്. കഴിഞ്ഞ മാസമാണ് ബാലഭാസ്കറിന്റെ മരണത്തിൽ ബാലഭാസ്കറുമായി ബന്ധമുള്ള 4 പേരെ CBI നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. ബാലഭാസ്കറിന്റെ മാനേജർ പ്രകാശ് തമ്പി, വിഷ്ണു സോമസുന്ദരം, ബാലഭാസ്കറിന്റെ ഡ്രൈവർ അർജുൻ, കേസിൽ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ കലാഭവൻ സോബി എന്നിവരെയാണ് നുണപരിശോധനയ്ക്ക് വിധേയരാക്കിയത്. കലാഭവൻ സോബിയെ 2 തവണയും മറ്റുള്ളവരെ 1 തവണയുമാണ് പരിശോധനയ്ക്ക് വിധേയരാക്കിയത്. എന്നാൽ അപകട മരണത്തിനപ്പുറം കൊലപാതകത്തിലേക്ക് നയിക്കുന്ന വിവരങ്ങളൊന്നും പരിശോധനയിൽ കണ്ടെത്താനായില്ല. ബാലഭാസ്കറാണ് വാഹനം ഓടിച്ചതെന്നാണ് അർജുൻ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയത്. എന്നാൽ ഇത് കളവാണെന്ന് നുണപരിശോധനയിൽ കണ്ടെത്തി. കലാഭവൻ സോഭിയുടെ മൊഴിയായിരുന്നു കേസിനെ കൂടുതൽ ദുരൂഹമാക്കിയത്. അപകടം നടക്കുന്നതിന് മുൻപ് ബാലഭാസ്കറിന്റെ വാഹനത്തെ ചിലർ ആക്രമിച്ചതായും സ്വർണം അടങ്ങിയ പെട്ടി എടുത്തുമാറ്റുന്നത് കണ്ടു എന്നതുമായിരുന്നു സോഭിയുടെ മൊഴി. എന്നാൽ നുണപരിശോധനയിൽ ഇത് തെളിയിക്കാനായില്ല. പ്രകാശ് തമ്പിയും വിഷ്ണു സോമസുന്ദരവും തിരുവനന്തപുരം സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളാണ്. അതിനാൽ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബാലഭാസ്കറിന്റെ മരണത്തിന് പിന്നിലുണ്ടോ എന്നതാണ് CBI അന്വേഷണം കേന്ദ്രീകരിച്ചത്. എന്നാൽ കേസിൽ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ നിഗമനത്തിലേക്ക് തന്നെയാണ് CBIയും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ എത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം. ഇനി ശിവശങ്കറുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. കൃത്യമായ തെളിവുകൾ ഇല്ലാതെയാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുന്നു. ശിവശങ്കറിനെതിരായ സ്വപ്നയുടെ മൊഴി മാനസിക സമ്മർദ്ദം മൂലമാണെന്ന് അഭിഭാഷകൻ. 2019 ജൂണിലാണ് കള്ളക്കടത്ത് ഗൂഢാലോചന തുടങ്ങുന്നത്. ലോക്കർ തുറക്കുന്നത് 2018 ഓഗസ്റ്റിലാണ്. ഇതിനെ എങ്ങനെ സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കാനാകുമെന്ന് അഭിഭാഷകൻ ചോദിച്ചിരിക്കുന്നു. വിവരങ്ങളുമായി ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സിബി ചേരുന്നുണ്ട്. സിബി, സാലി ഇപ്പോൾ ചേരുന്നുണ്ട്. എന്തായാലും കോടതി ഇപ്പോൾ പരിഗണിക്കുകയാണ് സാലി. അതോടൊപ്പം തന്നെ അഭിഭാഷകൻ നിരവധി ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത്. എന്താണ് ഇപ്പോൾ കോടതിയിൽ സംഭവിക്കുന്നത്? പൂജ, ഈ അന്വേഷണത്തിലെ വിവിധ അന്വേഷണ ഏജൻസികൾ നടത്തുന്ന അന്വേഷണത്തിലെയും റിപ്പോർട്ടുകളിലെയും വൈരുദ്ധ്യങ്ങൾ, പ്രധാനപ്പെട്ട പൊരുത്തക്കേടുകൾ തന്നെയാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ഈ ജാമ്യ ഹർജിയുടെ വാദത്തിനിടെ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അതിലുണ്ട്. അത് ലോക്കർ തുറന്നത് സംബന്ധിച്ച്, അല്ലെങ്കിൽ ലോക്കറിൽ നിക്ഷേപിച്ചിരുന്ന പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് ഒക്കെ വിവിധ റിപ്പോർട്ടുകളിൽ വിവിധ തരത്തിലാണ് ED തന്നെ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ. അതൊക്കെയാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചൂണ്ടിക്കാണിച്ചപ്പോൾ കോടതി തന്നെ ചില കമന്റുകൾ പറയുന്നുണ്ട്. അതായത് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത പണം ലൈഫ് മിഷനിൽ ശിവശങ്കറിന്റെ കോഴയാണ് എന്ന EDയുടെ കണ്ടെത്തൽ അവര് തന്നെ രജിസ്റ്റർ ചെയ്ത കേസിനെതിരല്ലേ എന്നാണ് കോടതിയുടെ ചോദ്യം. അതായത് സ്വർണ്ണക്കടത്തിനുമായി ബന്ധപ്പെട്ട് ലഭിച്ച പണം എന്നുള്ളതാണ് ഈ കേസിന്റെ തന്നെ ബേസ്. സ്വർണ്ണക്കടത്തിലൂടെ ലഭിച്ച പണം അനധികൃതമായി സൂക്ഷിച്ചു എന്നുള്ളത് തന്നെയാണ് EDയുടെ കേസിന്റെ ബേസ്. പക്ഷെ ഇപ്പോൾ അവർ കണ്ടെത്തിയിരിക്കുന്നത് സ്വപ്നയുടെ ലോക്കറിൽ നിന്ന് കണ്ടെടുത്ത പണം ലൈഫ് മിഷനിൽ ശിവശങ്കറിനുള്ള കോഴയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അവരുടെ അടിസ്ഥാനപരമായി കേസിനെ തന്നെ ചോദ്യം ചെയ്യുന്ന വാദങ്ങളാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് കോടതിയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് കോടതി ശ്രദ്ധയിൽപ്പെടുത്തി. ഇനി അങ്ങനെ ആണെങ്കിൽ തന്നെയും ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമത്തിന്റെ പരിധിയിൽ വരില്ല. കള്ളപ്പണം വെളുപ്പിക്കലിനെ കുറിച്ച് അന്വേഷിക്കേണ്ട ഏജൻസിയാണ് ED. ആ ഏജൻസിയുടെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യമേ അല്ല എന്നുള്ളത് ആണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രധാനപ്പെട്ട
ഈ ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടിയ പ്രധാനപ്പെട്ട ചില വസ്തുതകൾ ഇവയാണ്. ഒന്ന്, വിവിധ അന്വേഷണ ഏജൻസികളുടെ റിപ്പോർട്ടുകൾ, രേഖകൾ എല്ലാം വ്യത്യസ്തമാണ്. അന്വേഷണം പല വഴിക്കാണ്. പല ദിശകളിലാണ് 3 അന്വേഷണ ഏജൻസികളുടെയും അന്വേഷണം പോകുന്നത്. തമ്മിൽ ഒരുപാട് പൊരുത്തക്കേടുകളും വൈരുദ്ധ്യങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. അതായത് ഇവർ കോടതിയിൽ സമർപ്പിച്ച രേഖകൾ തന്നെ പരസ്പര വിരുദ്ധമാണ് എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അത് 1 by 1 ആയിട്ട് ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തു. ഒന്ന്, അനധികൃത വരുമാനം ലോക്കർ സൂക്ഷിക്കാൻ നിർദ്ദേശിച്ച ശിവശങ്കറിന് സ്വപ്നയുടെ ഒരു മൊഴിയുണ്ട്. അപ്പൊ ഈ ലോക്കർ തുറന്നത് ഏത് കാലഘട്ടത്തിലാണ്? ലോക്കർ തുറന്നത് 2018 പക്ഷേ സ്വർണ്ണക്കടത്ത് ആരംഭിച്ചതും ഗൂഢാലോചന നടത്തി 2019 ജൂൺ ജൂലൈ മാസങ്ങളിലും അതിനുശേഷവുമാണ് സ്വർണ്ണക്കടത്ത് ആരംഭിക്കുന്നത്. അപ്പോൾ ആ 2020 നവംബറിലും മറ്റും ആരംഭിക്കുന്ന സ്വർണ്ണക്കടത്തിന് വേണ്ടി 2018 ജൂണില് ലോക്കർ തുറന്നു എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റിന്റെ വാദം. അത് തന്നെ വൈരുദ്ധ്യമാണ് എന്നാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നോട്ട് വയ്ക്കുന്ന പല വാദങ്ങളും തമ്മിൽ പൊരുത്തപ്പെടുന്നതല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ പറയുന്നത് ഇതിനെല്ലാം സ്വപ്നയുടെ മൊഴി ഉണ്ട് എന്നുള്ളതാണ്. സ്വപ്നയുടെ മൊഴിയുടെ മെറിറ്റിനെ സംബന്ധിച്ചും ചില സംശയങ്ങൾ ശിവശങ്കറിന്റെ അഭിഭാഷകൻ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി. ഒന്ന്, കടുത്ത മാനസിക സമ്മർദ്ദം സ്വപ്നയ്ക്ക് മേലുണ്ട്. കഴിഞ്ഞ 4 മാസമായി സ്വപ്ന ജയിലിലോ കസ്റ്റഡിയിലോ ഒക്കെയാണ് വിവിധ അന്വേഷണ ഏജൻസികളുടെ. അതുകൊണ്ട് തന്നെ ഇവർ നൽകി എന്ന് പറയുന്ന മൊഴികളുടെ തന്നെ ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ എൻഫോഴ്സ്മെന്റ് അഭിഭാഷകൻ പറഞ്ഞത് ജയിൽ സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലായിരുന്നു മൊഴി, അതുകൊണ്ട് അതിന്റെ ക്രെഡിബിലിറ്റിയെ സംശയിക്കേണ്ടതില്ല എന്നുള്ളതായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകന്റെ മറുവാദം. മറ്റൊന്ന്, ആരാണ് ശിവശങ്കർ കസ്റ്റംസിനെ ആരെയാണ് വിളിച്ചത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായി ഉയർന്നു വന്നത്. കാരണം കസ്റ്റംസിനെ ശിവശങ്കർ വിളിച്ചു എന്നാണ് ED കോടതിയിൽ കൊടുത്ത റിപ്പോർട്ടിലുള്ളത്. ഒന്ന്, ആ റിപ്പോർട്ടിൽ തന്നെ ആരെ എപ്പോൾ എവിടെ നിന്ന് എങ്ങോട്ട് ഏത് നമ്പറിലേക്ക് വിളിച്ചു തുടങ്ങിയ അതിന്റെ അടിസ്ഥാനപരമായ ഒരു കാര്യങ്ങളും ആ വാദത്തിലില്ല, രേഖകളിലൊന്നും പറയുന്നില്ല. മാത്രവുമല്ല, അത് വിളിച്ചു എന്ന് പറയുന്ന കസ്റ്റംസ് ഒരു ഘട്ടത്തിലും ഒരിടത്തും ഒരു കോടതിയിലും അങ്ങനെ വിളിച്ചു എന്ന് ആരോപണം ഉന്നയിക്കുകയോ പറയുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ കസ്റ്റംസിനെ വിളിച്ചു എന്ന് കസ്റ്റംസിന് ഇല്ലാത്ത ആരോപണമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷിക്കുന്നത്. അത്തരം കാര്യങ്ങളൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണ പരിധിയിൽ വരുന്ന കാര്യങ്ങളെ അല്ല എന്നുള്ളതാണ് ശിവശങ്കറിന്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ പ്രധാനപ്പെട്ട ചോദ്യം കോടതിയിൽ നിന്ന് ഉയർന്നത് ഇതിനൊക്കെ തെളിവെവിടെ എന്ന ചോദ്യമാണ് കോടതിയിൽ നിന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകനോട് ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട. എന്തായാലും ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷയിൽ കോടതിയിൽ വാദം പുരോഗമിക്കുകയാണ്. കൃത്യമായ തെളിവുകളില്ലാതെയാണ് ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നതെന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ഈ വിവരങ്ങളാണ് ഇപ്പോൾ കൊച്ചിയിൽ നിന്നും സാലി നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് തിരിച്ചെത്താം. ഇടവേള. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലാണ് കേരളം. എന്നാലും തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കി പത്തനംതിട്ടയിലെ മുന്നണികളുടെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിലാണ്. ത്രിതല പഞ്ചായത്തുകളിലെ മികച്ച നേട്ടം ഒരിക്കൽ കൂടി ആവർത്തിക്കാനാണ് LDF ലക്ഷ്യമിടുന്നത്. പ്രാദേശിക വിഷയം അടക്കം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് UDFന്റെ തന്ത്രം. അതേസമയം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് BJP മത്സര രംഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. പത്തനംതിട്ടയിൽ 5 നിയമസഭാ മണ്ഡലങ്ങളും ഭരണസ്വാധീനമുള്ള ഇടതുമുന്നണി ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തിളക്കമാർന്ന വിജയം നേടാനുള്ള ഒരുക്കത്തിലാണ്. 53 പഞ്ചായത്തുകളാണ് നിലവിലുള്ളത്. 25-ൽ LDFും 21-ൽ UDFും 3-ഇടത്ത് BJPയും 4 പഞ്ചായത്തുകളിൽ സംയുക്ത ഭരണവുമാണ് ഉണ്ടായിരുന്നത്. സർക്കാരിൻ്റെ ഭരണനേട്ടങ്ങളും ജനക്ഷേമ പദ്ധതികളും ജോസ് കെ മാണിയുടെ മുന്നണി പ്രവേശനവും തെരഞ്ഞെടുപ്പിൽ ഗുണകരമാകുമെന്നാണ് LDFന്റെ കണക്കുകൂട്ടൽ. ത്രിതല പഞ്ചായത്തുകളിലും നഗരസഭകളിലും ജില്ലാ പഞ്ചായത്തുകളിലും ഭരണം ഉറപ്പാക്കുകയാണ് ഇനി LDFന്റെ ലക്ഷ്യം. ഞങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനായി പാർട്ടി സംഘടനാ സംവിധാനങ്ങളാകെ ഞങ്ങൾ രൂപപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. വാർഡ് തലത്തിലുള്ള കമ്മിറ്റികൾ, ബൂത്ത് തലത്തിലുള്ള കമ്മിറ്റികൾ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലുമെല്ലാമുള്ള കമ്മിറ്റികളുടെ രൂപീകരണം ഞങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞു. തുടർന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിൽ വിവിധ തലങ്ങളിലുള്ള കമ്മിറ്റികളുമെല്ലാം പ്രവർത്തന സജ്ജമാക്കുന്ന പരിപാടികളാണ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നല്ല യോജിപ്പോടുകൂടിയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത്. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിനേക്കാൾ മികച്ച നേട്ടം UDFും പ്രതീക്ഷിക്കുന്നു. പ്രധാനപ്പെട്ട പ്രചരണ ആയുധം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ അഴിമതിയാണ്. കഴിഞ്ഞ 4 വർഷക്കാലമായി ഈ ഗവൺമെൻറ് എല്ലാം ശരിയാക്കാം എന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്നു.
അധികാരത്തിൽ വന്നതിന് ശേഷം പറഞ്ഞ വാഗ്ദാനങ്ങൾ പാലിച്ചില്ല എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും അഴിമതി ആരോപണത്തിൻ്റെ പേരിൽ നിൽക്കുന്നു. മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി യുടെ പേരിൽ അഴിമതി നിൽക്കുന്നു. ഇത് തന്നെ ധാരാളം കേരളത്തിലെ ഈ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പ്രധാന പ്രചരണമായി മാറ്റാൻ കഴിയും. ജില്ലയിലെ 4 നഗരസഭകളിലും 8 ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഇടത് വലത് മുന്നണികൾക്കുള്ള ഭരണസ്വാധീനവും തുല്യമാണ്. ഇവയിൽ മേൽക്കൈ നേടുകയാണ് ഓരോ മുന്നണികളുടെയും ഉന്നം. അതേസമയം BJP സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നത്. കൂടുതൽ സീറ്റ് നേടാനാകുമെന്നാണ് BJPയുടെ അവകാശവാദം. കൈരളി ന്യൂസ്, പത്തനംതിട്ട. ഇപ്പോൾ പുതിയ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിക്കുകയാണ്. തത്സമയത്തിലേക്ക്. FPIs is positive and the reserves like never before of foreign exchange is at $560 billion. Now you also know that the RBI has now announced that it will come out with a monthly report of how the economy is moving. And the first of such series of monthly reports, it used to give us reports even earlier, but now looking at the economy, they are giving us this monthly report which predicts a strong return to proper growth of the Indian economy, to positive growth, and in Q3 itself there could be a strong growth which will bring into the positive terrain. And the expectation earlier was that it will be probably in the fourth quarter that we will reach that kind of a number, but RBI predicts probably that will happen even in the Q3. You also seen that several prominent economists have been writing as to what is the nature of this rebound, and it is just not due to pent-up demand. It's a sustainable, strong economic growth that which is being read by many economists who have been writing and also noticing that this growth is also getting energized by the unrelenting reform pitch with which a lot of strong steps towards systemic reforms are being taken by the government. So this is the strong recovery picture which I'd like to put before you. And like the earlier announcements, I'll do it in English and Anuragji would do it in Hindi. Before I go in for the Hindi, it's also important for us, and I'm sure many of you all have noticed, that Moody's today have come out with the numbers for Indian economy, saying that earlier they were talking about 9.6 negative growth for India, which they have now reassessed and said that it won't probably be at 9.6 negative, it might probably just be 8.9 negative. Whereas for 2022, they had come with a very clear indication that India will be growing at 8.1% earlier, but now they've corrected themselves and said probably India will be growing not at 8.1 but at 8.6. So even these kind of assessments which are being made by agencies are indicating that there is a correction which is happening in a positive direction for India. धन्यवाद माननीय वित्त मंत्री जी. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പുതിയ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുകയായിരുന്നു. സമ്പദ്ഘടനയുടെ ഉത്തേജനത്തിലുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും മിഡ് ഡേ ന്യൂസിൽ ഇനി സ്പീഡ് ബുള്ളറ്റിനുള്ള സമയമാണ്. സൗമ്യ തയ്യാറാണ് സ്പീഡ് ബുള്ളറ്റിലേക്ക്. മിഡ് ഡേ ന്യൂസ് തുടരുകയാണ്. എന്തായാലും ഇനി ബീഹാറിലെ വാർത്തകളിലേക്കാണ് പോകുന്നത്. മഹാസഖ്യം വിജയം പ്രതീക്ഷിച്ചുവെങ്കിലും കനത്ത തിരിച്ചടിയാണ് മഹാസഖ്യത്തിന് ബീഹാറിൽ ഉണ്ടായിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ദേശീയ തലത്തിൽ കോൺഗ്രസ് തകർന്നു എന്നൊരു സൂചന കൂടിയാണ് ഈ ഒരു തോൽവി ചൂണ്ടിക്കാട്ടുന്നത് എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കോൺഗ്രസിനെ വിമർശിച്ചുകൊണ്ട് തന്നെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നു. ബീഹാറിൽ കോൺഗ്രസ് കാഴ്ചവെച്ചത് RJDയെയും ഇടതുപക്ഷത്തെക്കാളും മോശം പ്രകടനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും മികച്ച പ്രകടനം ഉണ്ടായിരുന്നുവെങ്കിൽ ബീഹാറിൽ മഹാസഖ്യത്തിന്റെ സർക്കാർ അധികാരത്തിൽ വരുമായിരുന്നു. എന്താണ് പ്രശ്നമെന്ന് സ്വയം വിലയിരുത്തേണ്ട സമയമായെന്നും ബീഹാറിലെ നേതൃത്വവുമായി ചർച്ച നടത്തുമെന്നും താരിഖ് അൻവർ ഇന്ന് പ്രതികരിച്ചു.
बिल्कुल, देखिए जिस तरह का परिणाम आया, जो महागठबंधन की दूसरी पार्टियां थी, चाहे वो आरजेडी हो, लेफ्ट हो, उनका परफॉर्मेंस हमसे कहीं बेहतर है। और यही बात हमने स्वीकार किया है कि अगर हमारा परफॉर्मेंस भी उन्हीं की तरह होता तो आज ये महागठबंधन की सरकार बिहार में होती, और लोग यही चाहते थे। बिहार की जनता एक तरह से अपना मन बना चुकी थी परिवर्तन के लिए, लेकिन कहीं ना कहीं हम लोगों से चूक हुई है। കോതമംഗലം പള്ളിയിൽ യാക്കോബായ വിഭാഗം വിശ്വാസികളുടെ സത്യാഗ്രഹം തുടരുന്നു. പള്ളി വിട്ടു നൽകാനാവില്ലെന്ന നിലപാടുമായി ചൊവ്വാഴ്ച വൈകിട്ട് മുതൽ വിശ്വാസികൾ പള്ളിയിൽ പ്രാർത്ഥനയുമായി കഴിയുകയാണ്. കോതമംഗലം ടൗണിൽ മതമൈത്രി സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. പള്ളി ഏറ്റെടുക്കാൻ ജില്ലാ ഭരണകൂടത്തിന് കോടതിയുടെ അന്ത്യശാസനം ലഭിച്ചതിന് പിന്നാലെയാണ് യാക്കോബായ വിഭാഗം പ്രതിഷേധം ശക്തമാക്കിയത്. ചൊവ്വാഴ്ച വൈകിട്ട് ആരംഭിച്ച പ്രതിഷേധം പ്രാർത്ഥനകളുമായി ഇപ്പോഴും പള്ളിയുടെ അൾത്താര കവാടത്തിൽ തുടരുകയാണ്. പള്ളി ഏറ്റെടുക്കണമെന്ന കോടതി വിധിക്കെതിരെ കോതമംഗലത്ത് മതമൈത്രി സംരക്ഷണ സമിതിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചത്. സ്വകാര്യ വാഹനങ്ങളൊഴികെ മറ്റൊരു വാഹനങ്ങളും നിരത്തുകളിലില്ല. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുകയാണ്. താക്കോല് പൂട്ടി കൊടുക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിയുന്നില്ല എങ്കിൽ കേന്ദ്ര സേനയെ വിളിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ആ വിധി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമരം ശക്തമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. മാത്രമല്ല, ഒരു പള്ളിയും രക്തച്ചൊരിച്ചിലോടുകൂടി ഒഴിപ്പിക്കാൻ ഒരു കോടതിയും പറയില്ല, ഒരു കേന്ദ്ര സേനയും അതിന് നിൽക്കില്ല. അതിനെ പ്രതിരോധിക്കുന്ന കരുത്തും കഴിവും അതിനനുസൃതമായിട്ടുള്ള ഈ നാടിൻ്റെ ഒരു വികാരവും അത്തരത്തിലുണ്ട് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാറ്. നിലവിൽ 50ഓളം വിശ്വാസികൾ മാത്രമാണ് കോവിഡിന്റെ പശ്ചാത്തലത്തിൽ പ്രതിഷേധത്തിന്റെ മുൻപിലുള്ളത്. എന്നാൽ കേന്ദ്രസേനയെ ഉപയോഗിച്ച് പള്ളി പിടിച്ചെടുക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ വിശ്വാസികളെ എത്തിച്ച് പ്രതിരോധ വലയം തീർക്കുമെന്നാണ് ഇടവക ട്രസ്റ്റിയുടെ നിലപാട്. കൈരളി ന്യൂസ്, കൊച്ചി. ഇനി എന്തായാലും ദീപാവലി അടുക്കുകയാണ്. സംസ്ഥാനത്ത് ദീപാവലി, ക്രിസ്മസ്, ന്യൂ ഇയർ ദിനങ്ങളിൽ ഉൾപ്പെടെ പടക്കം പൊട്ടിക്കലിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ദീപാവലി ദിവസം രാത്രി 8 മണി മുതൽ 10 മണി വരെ പടക്കം പൊട്ടിക്കാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതേസമയം ക്രിസ്മസ്, ന്യൂ ഇയർ ദിനങ്ങളിൽ രാത്രി 11:55 മുതൽ 12:30 വരെയും അനുമതിയുണ്ട്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ ഇപ്പോൾ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. തത്സമയത്തിലേക്ക്. ज़्यादा लोगों को नए रोजगार देती है और वो ईपीएफओ रजिस्टर होते हैं तो उनको इसका लाभ मिलेगा। और जो संस्थाएं जिनके 50 से ज़्यादा कर्मचारी हैं उनको कम से कम 5 नए कर्मचारी रखने पड़ेंगे ताकि वो इसको लाभ मिल पाए। और इसका जो दूसरा पक्ष ये भी है, जो ईपीएफओ के अंतर्गत रजिस्टर्ड संस्थाएं हैं उसको ही इसका लाभ मिलेगा, जो नहीं है उनको रजिस्टर करवाना पड़ेगा ताकि उनके जो नए एम्प्लॉयज़ हैं उनको इसका लाभ मिल सके। और ये योजना जो है ये 30 जून 2021 तक ये रहेगी ताकि उससे पहले लोग इसका लाभ उठा सकें। So we now move to talking about what exactly is the benefit which they are going to get. Central government will give the subsidy for 2 years in respect of the new eligible employees who are engaged on or after 1/10/2020 till, as I said, June of 2021, for those establishments which have up to 1,000 employees or less. Employees' contribution of 12% of the wages and employers' contribution of 12% of the wages, totaling 24% of the wages, will be borne by the central government. Now, when we are talking of employees, here we are talking of employees who have 15,000 or less as wages, not for all employees. Similarly, for those establishments which have more than 1,000 employees, only the employees' EPF contribution, which is 12%, will be 12% of the EPF wages will be borne by the union government. This subsidy support to get credited upfront in Aadhaar seeded EPFO accounts of eligible new employee. That's the only condition. We want it to be Aadhaar seeded. So that is the actual benefit that establishments will create,
will get if they create new jobs. इनमें किसको लाभ मिलेगा और केंद्र सरकार अगले 2 वर्षों के लिए जिनको लाभ देने वाली है उसमें 2 कैटेगरीज हैं। एक तो जिस संस्था में 1000 से कम एम्प्लॉयज़ हैं, 1000 तक एम्प्लॉयज़ हैं, उनमें जो कर्मचारी है उसके हिस्से का 12% और काम देने वाले का भी 12%, ये कुल मिलाकर 24%, ये केंद्र सरकार उनके वेजेस का यानी कि भत्ते का 24% जो है वो केंद्र सरकार योगदान देगी। 12% कर्मचारी का और 12% काम देने वाले का, ये 24% केंद्र सरकार उनका भत्ता देगी। जहां 1000 से ज़्यादा कर्मचारी हैं वहां पे केवल कर्मचारियों के हिस्से का जो 12% है वो केंद्र सरकार अपनी ओर से योगदान देगी। ये अगले 2 वर्ष तक जारी रहेगा ताकि और रोजगार इस देश में उत्पन्न हो और कर्मचारियों को भी इससे लाभ मिल सके और जो संस्थाएं हैं उन पर भी बोझ अगले 2 वर्ष तक कम पड़े। दूसरा, इसमें पात्र बनने के लिए आपको केवल आधार के साथ EPFO अकाउंट खुलवाना पड़ेगा। इतना ही आपको करना है जिससे पारदर्शिता भी आएगी और सही व्यक्ति के खाते में पैसा भी जाएगा। The one factoid which I like to give about this. കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ സാമ്പത്തിക ഉത്തേജന പാക്കേജ് പ്രഖ്യാപിക്കുകയാണ്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ തിരിച്ചുവരവിന്റെ പാതയിലാണ് എന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കോവിഡ് തകർത്ത ഇന്ത്യയിലെ സമ്പദ് വ്യവസ്ഥയെ പൂർണ്ണമായും തിരിച്ചുപിടിക്കാൻ ഈ സാമ്പത്തിക ഉത്തേജന പാക്കേജ് ഫലപ്രദമാകുമോ എന്നാണ് നമ്മൾക്കിനി പരിശോധിക്കാനുള്ളത്. വാർത്തകളിലേക്ക് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. സംസ്ഥാനത്തെ പ്രതിപക്ഷ പാർട്ടികളിൽ തർക്കം രൂക്ഷമാകുന്ന ഒരു സാഹചര്യം കഴിഞ്ഞ കുറേ നാളുകളായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കൊല്ലത്തെ മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും ശൂരനാട് തെക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായ ഒ ശ്രീദേവി CPIMൽ ചേർന്നു. അതിനുള്ള കാരണം നിരന്തരമായ അവഗണനയിൽ സഹികെട്ടാണ് പാർട്ടി വിട്ടത് എന്നാണ് ഒ ശ്രീദേവി പറയുന്നത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള പാർട്ടി പതാക കൈമാറി. കൊല്ലം ജില്ലയിൽ കോൺഗ്രസ് I ഗ്രൂപ്പിൽ നിന്ന് CPIMലേക്ക് മാത്രമല്ല A ഗ്രൂപ്പിലേക്കും ഒഴുക്ക് തുടരുന്നതിന്റെ ഒടുവിലത്തെ സംഭവമാണ് ഒ ശ്രീദേവിയുടെ രാജി. പതിറ്റാണ്ടുകളായുള്ള കോൺഗ്രസ് ബന്ധമാണ് മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിയും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്ന ശ്രീദേവി സഹികെട്ട് ഉപേക്ഷിച്ചത്. നേതാക്കന്മാരുടെ നിരന്തരമായ അവഗണനയും രാഷ്ട്രീയ വഞ്ചനയിലും മനംനൊന്താണ് താൻ പാർട്ടി വിട്ടതെന്ന് ശ്രീദേവി തന്റെ അനുഭവം പങ്കുവച്ചു. നല്ല രീതിയിൽ പൊതുജന സേവനം നടത്തിക്കൊണ്ടിരുന്ന എനിക്ക് മാനസികമായി തളർത്തുന്ന രീതിയിലുള്ള പരിപാടികളാണ് ഇവരിൽ നിന്ന് നേരിടേണ്ടി വന്നത്. ഈ സ്ഥിതി തുടർന്നാൽ എൻ്റെ പൊതുജന സേവനം അവസാനിപ്പിക്കേണ്ടി വരുമെന്ന് തോന്നിയ അവസ്ഥയിലാണ് പൊതുജനങ്ങളും സാധാരണക്കാരുമായി അടുത്ത് നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിലേക്ക് മാറുവാൻ ഞാൻ തീരുമാനിച്ചത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M ശിവശങ്കരപിള്ള പാർട്ടി പതാക ശ്രീദേവിക്ക് കൈമാറിയപ്പോൾ ജില്ലാ സെക്രട്ടറി M ഗംഗാധരക്കുറുപ്പ് ഹാരമണിയിച്ച് സ്വീകരിച്ചു. CPIM ഏരിയ കമ്മിറ്റി അംഗം B ശശി, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ എന്നിവർ പങ്കെടുത്തു. കോൺഗ്രസിൽ ഗ്രൂപ്പ് പോര് രൂക്ഷമായ ശൂരനാട് തെക്ക് UDF സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ കോഴിമുക്കിൽ വെച്ച് പരസ്യമായി ഏറ്റുമുട്ടിയിരുന്നു. ശൂരനാട് വടക്കും കോൺഗ്രസിൽ തർക്കങ്ങളുണ്ട്. ശൂരനാട് വടക്ക് കോൺഗ്രസ് 10ാം വാർഡ് പ്രസിഡന്റ് ബ്ലസൻ കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ച് CPIMൽ ചേർന്നു. രാജ്കുമാർ, കൈരളി ന്യൂസ്, കൊല്ലം. ദീപാവലി അടുത്തെങ്കിലും പഴയതുപോലെ പടക്കക്കടകൾ സജീവമല്ല. പരമ്പരാഗത പടക്ക നിർമ്മാണക്കാരായ നന്ദിയോടുകാർക്ക് പറയാനുള്ളത് പ്രതിസന്ധിയുടെ കഥകൾ മാത്രവും. ഏവരെയും പോലെ ഈ കെട്ടകാലത്തെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഇവരും. കോവിഡ് മഹാമാരി കാലത്തും ആഘോഷങ്ങളെ മലയാളി മാറ്റി നിർത്തിയിട്ടില്ല. അതുകൊണ്ട് ആ പ്രതീക്ഷയിലാണ് പടക്ക നിർമ്മാണ മേഖലയും ഇത്തവണ ദീപാവലിക്കായി സജ്ജമായത്. പക്ഷെ പരമ്പരാഗത പടക്ക നിർമ്മാണക്കാർക്ക് പറയാനുള്ളതാകട്ടെ നഷ്ടത്തിന്റെ കണക്കുകളാണ്. എല്ലാ വർഷവും 200-ൽ പരം പുതു ഇനങ്ങൾ വിപണിയിൽ ഇറക്കുന്നവരാണ് നന്ദിയോട്ടെ പടക്ക നിർമ്മാണക്കാർ. ഇത്തവണ ഒന്നുമില്ല. ആ സ്ഥാനത്ത് ശിവകാശിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത പടക്കങ്ങൾ മാത്രം. നിർമ്മാണം ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു 10-15 ദിവസത്തെ നിർമ്മാണമേ ചെയ്യാൻ കഴിഞ്ഞുള്ളൂ. അതിൻ്റേതായ കുറവുകൾ സാധനത്തിലുണ്ട്. പടക്കങ്ങൾ ഉണ്ടാക്കി ശേഖരിക്കാൻ പറ്റിയിട്ടില്ല. വാങ്ങാനും ആൾക്കാർ കുറവാണ്. അല്ലെങ്കിൽ ഒരു 15 ദിവസം കിടക്കെ തന്നെ നേരത്തെ സാധനങ്ങൾ ആളുകൾ വാങ്ങിക്കൊണ്ട് പോകും. 10,000 രൂപയ്ക്ക് വാങ്ങുന്ന ആൾ 1000 രൂപയ്ക്കാണ് വാങ്ങിച്ചുകൊണ്ട് പോകുന്നത്. ഇതെല്ലാം വിറ്റഴിഞ്ഞ് പോയാൽ മാത്രമേ തൊഴിലാളികൾക്ക് എന്തെങ്കിലും കൊടുക്കാൻ പറ്റുള്ളൂ. ഈ സാധനങ്ങൾ ക്രെഡിറ്റ് തന്നാണ് സാധനം എടുത്തിട്ടിരിക്കുന്നത്.
അവർക്കും പണം അടയ്ക്കണം. ഇന്ന് നിരത്തുകളിലെ കൂടുതൽ കടകളിലും ശിവകാശി പടക്കങ്ങളാണ് കൈയടക്കിയിരിക്കുന്നത്. കാരണം 8 മാസമാണ് ഈ മേഖല കോവിഡ് കാരണം സംസ്ഥാനത്ത് സ്തംഭിച്ചത്. ദീപാവലിയും ഉത്സവകാലവും മുന്നിൽ കണ്ട് 6 മാസം തുടർച്ചയായ നിർമ്മാണമാണ് സാധാരണ നടത്തുക. എന്നാൽ ഇത്തവണ വിഷു സീസണിന് ശേഷം പടക്ക നിർമ്മാണം നടന്നത് കേവലം 15 ദിവസം മാത്രം. ജീവിതം വഴിമുട്ടിയ പലരുണ്ട് ഇവരുടെ കൂട്ടത്തിൽ. എന്നാൽ പരാജയം സമ്മതിക്കാൻ ഇവർ തയ്യാറല്ല. കോവിഡ് എന്ന മഹാമാരി പരമ്പരാഗത പടക്ക നിർമ്മാണക്കാരുടെ ജീവിതത്തെയും സാരമായാണ് ബാധിച്ചത്. അതുകൊണ്ട് തന്നെ ഈ മഹാമാരി കാലത്തെ ദീപാവലി പുതു വെളിച്ചമാണ് അവർക്ക്. ഈ പ്രതിസന്ധി കാലത്തെ അതിജീവിക്കാം എന്നുള്ള പ്രതീക്ഷ. RK കുമാറിനൊപ്പം കൈരളി ന്യൂസിനു വേണ്ടി എസ് ഷീജ, തിരുവനന്തപുരം. വയോജനങ്ങൾക്ക് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്നതിന് പരിശീലനം നൽകുകയാണ് ഒരു കൂട്ടം ടെക്കികൾ. ഡ്രീം സെറ്റേഴ്സ് എന്ന കൂട്ടായ്മയാണ് മൊബൈൽ ലിറ്ററസി ക്യാമ്പയിന്റെ ഭാഗമായി പരിശീലനം നൽകാൻ വീടുകളിൽ എത്തുന്നത്. കാലത്തിനൊപ്പം നീങ്ങാൻ മുതിർന്ന പൗരന്മാരെ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. മൊത്തം നെക്കി പിടിച്ചിട്ട് സംസാരിക്കാനുള്ള എന്നാന്ന് വെച്ചാൽ സംസാരിച്ചിട്ട് അത് ചുമ്മാ വിടുമ്പോൾ മെസ്സേജ് ഉണ്ട്. ഹലോ, നിങ്ങളിപ്പോ എവിടം വരെയായി? ചോറൊക്കെ കഴിച്ചോ? എന്തായി? പിന്നെ നിങ്ങൾ എന്നാ ഇനി നാട്ടിലോട്ട് വരുന്നേ? അനുദിനം വളരുന്ന സാങ്കേതിക വിദ്യയ്ക്ക് ഒപ്പമെത്താൻ കഴിയാത്തവരാണ് മുതിർന്ന ആളുകളിൽ ബഹുഭൂരിഭാഗവും. വാട്സാപ്പിലും ഫേസ്ബുക്കിലും പുതുതലമുറ അപ്ഡേഷനുകൾ തേടി നടക്കുമ്പോൾ അല്പം അപ്ഡേഷൻ ഇവരും അർഹിക്കുന്നുണ്ട്. കാലത്തിനൊപ്പം നീങ്ങാൻ മുതിർന്ന പൗരന്മാരെ സഹായിക്കാനാണ് ഡ്രീം സെറ്റേഴ്സിന്റെ ടെക്കികൾ മൊബൈൽ ലിറ്ററസി ക്യാമ്പയിൻ ആരംഭിച്ചിരിക്കുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് വീട്ടിലെത്തുന്ന ടെക്കികൾ സ്മാർട്ട് ഫോൺ ഉപയോഗിക്കാൻ മുതിർന്ന ആളുകളെ പരിശീലിപ്പിക്കും. സ്മാർട്ട് ഫോൺ കയ്യിലുണ്ടെങ്കിൽ തന്നെയും അവ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ കഴിയാത്ത അനേകം മുതിർന്ന പൗരന്മാർ നമ്മുടെ ചുറ്റിലുമുണ്ട്, വീട്ടമ്മമാർ നമ്മുടെ ചുറ്റിലുണ്ട്. ഇവരെ മൊബൈലിൻ്റെ പ്രായോഗികമായിട്ടുള്ള ഉപയോഗം എങ്ങനെ നടത്തണം എന്നതിനെ പറ്റിയുള്ള ഒരു പരിശീലന പരിപാടി നടത്തുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് മൊബൈൽ ലിറ്ററസി ക്യാമ്പയിൻ എന്നുള്ള ഒരു പ്രോഗ്രാമിന് ഞങ്ങൾ തുടക്കം കുറിച്ചു. ഞങ്ങളുടെ യുവജനങ്ങളായിട്ടുള്ള ടെക്കികൾ ഇങ്ങനെയുള്ള ആളുകളുടെ വീടുകൾ സന്ദർശിച്ച് ഈ കോവിഡ് കാലത്തിൻ്റെ എല്ലാ പ്രോട്ടോക്കോളും പാലിച്ചുകൊണ്ട് അവരെ പോയി വ്യക്തിപരമായിട്ട് പഠിപ്പിക്കുന്ന ഒരു പരിപാടി ഞങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. ഇതൊരു കാലഘട്ടത്തിൻ്റെ ഒരു വലിയ ആവശ്യമായിട്ട് ഞങ്ങൾ കാണുകയാണ്. അനേകം ആളുകൾ ഇതുപോലെ കയ്യിൽ മൊബൈലുണ്ട്, ഒന്ന് കണ്ട് മക്കളെയും കൊച്ചുമക്കളെയും ഒന്ന് കണ്ട് സംസാരിക്കാൻ കഴിയാത്ത അനേകം ആളുകളുണ്ട്. അവർക്കിതൊരു വലിയ സഹായം ആകും എന്നാണ് ഡ്രീം സെറ്റേഴ്സ് കരുതുന്നത്. സ്മാർട്ട് ഫോണിന്റെ സഹായത്തോടെ മുതിർന്ന ആളുകളെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റാൻ പ്രാപ്തരാക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ ലക്ഷ്യം. വീഡിയോ കോളിംഗ്, ഭക്ഷണങ്ങളും സാധനങ്ങളും ഓർഡർ ചെയ്യൽ, ബില്ലടയ്ക്കൽ, വീഡിയോ കാണൽ എന്ന് തുടങ്ങി അലാറം സെറ്റ് ചെയ്യാനും ഫോൺ വിളിക്കാനും ടെക്കികൾ പഠിപ്പിക്കും. പ്രായത്തെ വെറും അക്കമാക്കി മാറ്റി സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ ഏവരിലേക്കും എത്തിക്കാൻ കൂടിയാണ് ഡ്രീം സെറ്റേഴ്സ് മൊബൈൽ ലിറ്ററസി ക്യാമ്പയിനിലൂടെ ലക്ഷ്യം വെക്കുന്നത്. കൈരളി ന്യൂസ്, കൊച്ചി. കോവിഡ് പ്രതിസന്ധിയിലാക്കിയ വിനോദസഞ്ചാര മേഖലയും തിരിച്ചുവരവിന്റെ പാതയിലാണ്. ഉത്തര മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റാൻ മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി ഉടൻ യാഥാർത്ഥ്യമാകും. ചന്ദ്രഗിരി മുതൽ മയ്യഴി വരെയുള്ള 8 നദികളെ യോജിപ്പിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. മലബാറിന്റെ തനത് കലകളും രുചികളും അടുത്തറിയാനുള്ള അവസരം കൂടിയാണ് വിനോദ വിജ്ഞാന ജലയാത്ര വഴി സഞ്ചാരികൾക്ക് ലഭിക്കുന്നത്. പ്രകൃതി സൗന്ദര്യവും ചരിത്രവും പൈതൃകവും തനത് രുചികളും കലാരൂപങ്ങളുമെല്ലാം ഇഴചേർന്നതാണ് ഉത്തര മലബാറിലെ വിനോദസഞ്ചാര മേഖല. ഇതെല്ലാം സഞ്ചാരികൾക്ക് ഒരുമിച്ച് ആസ്വദിക്കാൻ അവസരം ഒരുക്കുന്നതാണ് മലനാട് മലബാർ റിവർ ക്രൂയിസ് പദ്ധതി. കാസർഗോഡ് ചന്ദ്രഗിരിപ്പുഴ മുതൽ മയ്യഴിപ്പുഴ വരെയുള്ള നദികളെയും കായലുകളെയും ബന്ധിപ്പിച്ചുകൊണ്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഈ വിനോദ വിജ്ഞാന ജലയാത്ര
സഞ്ചാരികൾക്ക് പുതിയ അനുഭവമായിരിക്കും സമ്മാനിക്കുന്നത്. സഹകരണ മേഖലയെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ടൂറിസം മേഖല വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. ഹൗസ് ബോട്ടുകൾ, സ്പീഡ് ബോട്ടുകൾ, വാട്ടർ അഡ്വഞ്ചർ ഐറ്റംസ് തുടങ്ങി ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എന്റർടൈൻമെന്റിനുള്ള ഏറ്റവും മികച്ച ഒരു അനുഭവം ഇതിന്റെ ഭാഗമായി ഒരുക്കി കൊടുക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. പറശ്ശിനിക്കടവിലും പഴയങ്ങാടിയിലും മംഗലശ്ശേരിയിലും ബോട്ട് ടെർമിനലുകൾ പൂർത്തിയായി. ചെറുതും വലുതുമായ 50ഓളം ബോട്ട് ടെർമിനലുകളാണ് സജ്ജമാകുന്നത്. വളപട്ടണം പുഴയിലും കുപ്പം പുഴയിലും 2 പുഴകളിലായി നിരവധി ബോട്ട് ജെട്ടികൾ. ഇപ്പോൾ ആ ബോട്ട് ജെട്ടികളുടെ നിർമ്മാണ പ്രവർത്തനം ചിലതെല്ലാം പൂർത്തീകരിച്ചു, മറ്റു ചിലത് നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് പൂർണ്ണമാവുന്നതോടുകൂടി ടൂറിസം മേഖലയിൽ ഒരു വലിയ മുന്നേറ്റം തന്നെ മലബാർ മേഖല കൈവരിക്കും. 20ഓളം ചെറുബോട്ടുകൾ ഇതിനോടകം തന്നെ പ്രവർത്തനം തുടങ്ങിക്കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിൽ കൂടി ഒഴുകുന്ന വളപട്ടണം, കുപ്പം, പെരുമ്പ, കൗവായി, അഞ്ചരക്കണ്ടി, മാഹി എന്നീ നദികളും കാസർഗോഡ് ജില്ലയിലെ തേജസ്വിനി, ചന്ദ്രഗിരി നദികളും വലിയ പറമ്പക്കായലും പദ്ധതിയുടെ ഭാഗമാകും. വ്യത്യസ്ത തീമുകളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതായിരിക്കും ക്രൂയിസുകൾ. കൈരളി ന്യൂസ്, കണ്ണൂർ. ഇനി മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ നോക്കാം. ഇതോടുകൂടി ഇന്നത്തെ മിഡ് ഡേ ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.